പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകുക. നമുക്കായി ഒരു രക്ഷകൻ കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുക. ഇതാ ക്രിസ്മസ് തൊട്ട് പടിവാതിക്കലെത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട, ഇനി നിങ്ങൾ ആകുലപ്പെടേണ്ട, ഇനി നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. കാരണം ഗോഡ് ഈസ് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെയാണ്. ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലൂടെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ണിയേശു ആ വചനം നിങ്ങളുടെ കുടുംബങ്ങളിൽ മാംസം ധരിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നാൽ നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, തിന്മയുടെ അരൂപികൾ, കടങ്ങൾ, മക്കളുടെ ജോലി തടസ്സങ്ങൾ, മക്കൾക്ക് ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അവരുടെ മാനസികവും ശാരീരികവുമായി ആരോഗ്യമില്ലാത്ത അവസ്ഥ, ആ ഉണ്ണിയേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ആ തടസ്സങ്ങളെല്ലാം മാറ്റട്ടെ. എത്രയോ മക്കളാണ് നിലവിളിക്കുന്നത്. പ്രായപൂർത്തിയായ ആൺകുട്ടികളുടെ കല്യാണം നടന്നിട്ടില്ല, പല പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല. പല വിധത്തിലുള്ള ശത്രുക്കൾ, ശത്രുദോഷങ്ങൾ, പരദൂഷകർ, ഇതുപോലെ എത്രയോ കല്യാണങ്ങൾ തകർന്നു പോകുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാൻ വരുന്ന പരദൂഷകരെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, തിന്മയുടെ അരൂപികളെ തകർക്കാനും നശിപ്പിക്കാനുമാണ് സ്വർഗത്തിൽ നിന്ന് ബെത്ലഹേമിൽ, അപ്പത്തിൻ്റെ നാട്ടിൽ, കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നത്. നല്ല മനസ്സുള്ള എല്ലാവർക്കും ഇന്നേ ദിനം സമാധാനം കിട്ടട്ടെ. തുറവിയുള്ളവർക്ക്, ഈശോനെ സ്വീകരിക്കുന്നവർക്ക് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ഡെലിവറൻസ് അവരുടെ കുടുംബങ്ങളിൽ നടക്കട്ടെ. എല്ലാ അന്ധകാര ശക്തികളെ, തിന്മയുടെ രൂപികളെ നിങ്ങളെ യേശുനാമത്തിൽ, ഉണ്ണിയേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്. കടബാധ്യതകളെ, തകർച്ചകളെ, കലഹങ്ങളെ, കുടുംബത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളെ, ക്യാൻസറുകളെ, ട്യൂമറുകളെ, വിട്ടുമാറാത്ത അലർജി രോഗങ്ങളെ, വിട്ടുമാറാത്ത തലവേദനകളെ, വാതരോഗങ്ങളെ, സന്ധിബന്ധങ്ങളിലെ രോഗങ്ങളെ, നനച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് കടന്നു വരുന്ന രോഗങ്ങൾ, വീണ് പരിക്ക് പറ്റിയവർ, എല്ല് പൊട്ടിയിട്ട് നേരെയാകാത്തവർ, നീര് നീർക്കെട്ട് വിട്ടുമാറാത്തവർ, ശരീരം ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ, ജലദോഷം വിട്ടുമാറുന്നില്ല, കണ്ണുവേദന വിട്ടുമാറുന്നില്ല, കാഴ്ചക്കുറവുള്ളവർ, ഉറക്കമില്ലാത്തവർ, രാത്രിയിൽ ഞെട്ടി എഴുന്നേക്കുന്നവർ, മൂത്ര സംബന്ധമായ പീഡകളുള്ളവർ, ലിവർ രോഗങ്ങളുള്ളവർ, പ്രോസ്ട്രേറ്റ് രോഗങ്ങളുള്ളവർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നേ ദിനം നിങ്ങളിൽ എല്ലാവരും വന്ന് നിറയട്ടെ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ജോയൽ പ്രവാചകന്റെ വചനം തന്നെയാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാമത്തെ തിരുവചനമാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇതിനപ്പുറം ഒരു മെസ്സേജ് ക്രിസ്മസ് നാളിൽ നമുക്ക് ലഭിക്കാനില്ല. കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ സിയോൻ പർവ്വതങ്ങളിലും ജെറുസലേമിലും രക്ഷപ്പെട്ടവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കും. കർത്താവിൻ്റെ കൂടെ ഉള്ളവർ എല്ലാ ബന്ധനങ്ങളെയും അതിജീവിക്കും. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വിളിച്ചോ മക്കളെ, ഈശോ 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 എന്ന് വിളിച്ചോ, ഈശോനെ വിളിച്ചോ. അത്ഭുതം നടക്കട്ടെ. ഈശോ 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 ഈശോ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ
അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സ് ദുശ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ദുഷ്പ്രവൃത്തികളും ദുശീലങ്ങൾക്കും കാരണമാകുന്ന എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ, ഇവരുടെ തലമുറയിൽ നിന്ന് വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ അവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും സാത്താൻ പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, അച്ഛന് ജനുവരി 13 ശുശ്രൂഷ ആരംഭിക്കുക. അതിന് മുന്നോടിയായി ഒരു 24 മണിക്കൂർ അഖണ്ഡ ജപമാല ഈ ദേവാലയത്തിൽ ആചരിക്കണമെന്ന് ഒരഭിഷേകം എനിക്ക് ഇന്ന് ലഭിക്കുകയുണ്ടായി ഈ ശുശ്രൂഷയുടെ സമയത്ത്. അപ്പം നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ജനുവരി 8, 9 തീയതികളിലാണ്. അപ്പം അന്നേ ദിനത്തിൽ ഇവിടെ വന്ന് കണ്ട് അച്ഛനോട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേരെ 8-ാം തീയതിയും കുറച്ച് പേരെ 9-ാം തീയതിയും ജനുവരി മാസത്തിൽ അച്ഛനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അന്നേ ദിനം തന്നെ പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ നമുക്ക് 24 മണിക്കൂർ അഖണ്ഡ ജപമാലയിൽ പ്രവേശിക്കാം. താല്പര്യമുള്ളവർക്ക് അച്ഛനെ കാണുകയും ചെയ്യാം, കുറച്ചു നേരം അഖണ്ഡ ജപമാലയിൽ സംബന്ധിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.